നമസ്കാരം. ജസ്റ്റ് ഡീകോഡ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരു സംഭവമാണല്ലോ ഇപ്പോൾ വളരെ സജീവമായ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ ഇത് കാണുമ്പോൾ വലിയ ഭയമുണ്ടാവുകയും സ്വാഭാവികമായി ശസ്ത്രക്രിയയ്ക്ക് മടിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവുകയും ചെയ്യും. എങ്ങനെയാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇത്തരത്തിൽ ഒരു ഉപകരണം വയറ്റിൽ കുടുങ്ങുന്നത്? അത് ചെക്ക് ചെയ്യാൻ പ്രത്യേക സംവിധാനങ്ങൾ ഒന്നുമില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പിഴവ് പറ്റാതിരിക്കാൻ മാർഗങ്ങളൊന്നുമില്ലേ? എന്താണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നത്? ഈ കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ മനോജ് വെള്ളനാട് ഒപ്പമുണ്ട്. ഡോക്ടർ മനോജിനെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം മനോജ്. നമസ്കാരം. ഇപ്പോൾ ആളുകളൊക്കെ ഒരു വലിയ ഭയത്തിലാണ്. കാരണം ഇങ്ങനെ ഒരു സർജറി ചെയ്താൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കുടുങ്ങിയാൽ എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു ഭയം ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത് തടയുന്നതിനായിട്ട് അല്ലെങ്കിൽ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു കോഡ് ഇല്ല? ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലൈറ്റിൽ ആളുകൾ കയറുമ്പോൾ ഫ്ലൈറ്റിൽ നമുക്ക് കാണാവുന്നതാണ്, അവർക്ക് കുറേ പ്രോട്ടോകോൾ ഉണ്ട്. അവർ ആ പ്രോട്ടോകോൾ പാലിച്ചാണ് ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോട്ടോകോൾ പാലിക്കാറുണ്ട്. അപ്പോൾ അത്തരം പ്രോട്ടോകോൾ ഒന്നും ഇതിനില്ലേ? അല്ലെങ്കിൽ എന്താണ് ഇതിനുള്ള പ്രോട്ടോകോൾ? അതൊന്ന് വിശദമാക്കാമോ? ശരിക്കും ഉണ്ട്. ഈ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ശരിക്കും ഫ്ലൈറ്റിന്റെ ഈ പ്രോട്ടോകോളിൽ നിന്ന് അവരുടെ ഒരു സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഫ്ലൈറ്റ് എയറോനോട്ടിക് അവർ യൂസ് ചെയ്യുന്ന ഒരു ചെക്ക് ലിസ്റ്റിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ സർജിക്കൽ മേഖലയിൽ ഇങ്ങനെ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. WHO സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് എന്നാണ് അതിന് WHO എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ്. അത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഈ സർജറിക്കിടയിൽ ഉണ്ടാവുന്ന പല പല പ്രശ്നങ്ങൾ, ഈ ഇതുപോലെ ഇപ്പോൾ ഈ കത്രിക മറന്നു വെച്ചു എന്ന് പറയുന്ന പോലെ തന്നെ കോട്ടൺ പീസുകൾ മറന്നു വയ്ക്കുക, സർജിക്കൽ മോപ്പ്, വലിയ മോപ്പുകൾ ഇത് വയറിനകത്തോ അല്ലെങ്കിൽ അതുപോലുള്ള ക്യാവിറ്റി സർജറികളിലൊക്കെ മറന്നു വയ്ക്കുക, സൈഡ് മാറിപ്പോവുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഓർത്തോപീഡിക് സർജറികൾ, ഇപ്പോൾ ഒരു കാലിൽ എല്ല് പൊട്ടലിന് സർജറി ചെയ്യാൻ തുറന്നു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് മറ്റേ കാലിലായിരുന്നു എന്നുള്ളത്. അപ്പൊ സൈഡ് മാറിപ്പോവുക, ചിലപ്പോഴൊക്കെ രോഗി തന്നെ മാറിപ്പോയിട്ട് സർജറി ചെയ്യാറുണ്ടായിരുന്നു. ഇതൊക്കെ മുൻകാലങ്ങളിൽ വളരെ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഈ 2007 ഇങ്ങനെ ഒരു സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റിന്റെ ആവശ്യകതയെ പറ്റി തന്നെ ചിന്ത വരുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ്. വളരെ റീസെന്റ് ആയിട്ട്. അത് തന്നെ നമുക്ക് അറിയാവുന്ന ഒരാളാണ്, അതുൽ ഗവാണ്ടെ എന്ന് പറയുന്ന ഒരു സർജൻ. അദ്ദേഹം ഇന്ത്യക്കാരനാണ്, ഹാർവാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തെ അറിയായിരിക്കും. ഈ ബീയിങ് മോർട്ടൽ എന്നൊക്കെ കോംപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള പുസ്തകങ്ങളുടെയൊക്കെ രചയിതാവായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുൽ ഗവാണ്ടെ. അതുൽ ഗവാണ്ടെയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇതിന്റെ പൈലറ്റ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നത്. എന്നുവെച്ചാൽ 2007 ഒരു ഇങ്ങനൊരു ഐഡിയ, അതുൽ ഗവാണ്ടെയും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹവും ചേർന്നിട്ടാണ് ഈ പൈലറ്റ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു ഐഡിയ കൊണ്ടുവന്നു. ഈ പ്രത്യേകിച്ചും ഈ ഏവിയേഷൻ മേഖലയിൽ നിന്നുള്ള സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റും പിന്നെ മറ്റ് മുൻകാലത്ത് വേറൊരു ചെക്ക് ലിസ്റ്റ് നമ്മൾ ICUകളിൽ ഉപയോഗിച്ചിരുന്നു. ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന, എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട രക്തക്കുഴലിലേക്ക് ഈ കാനുല ഇടുന്ന ഒരു സംഗതിയുണ്ട്. അതിനാണ് സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. ഹാർട്ടിലേക്ക് നേരിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നത്. നമ്മൾ ICUകളിലൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് സെൻട്രൽ ലൈൻ. ഈ സെൻട്രൽ ലൈൻ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് നേരത്തെ തന്നെ ചില ICUകളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പൊ അതും കൂടെ ബേസ് ചെയ്തിട്ട്, കാരണം ആ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്തതിനു ശേഷം സെൻട്രൽ ലൈനിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് വളരെയധികം കുറഞ്ഞു. അപ്പൊ അങ്ങനെ ഒന്ന് ഈ ഓപ്പറേഷൻ തിയേറ്ററിലും ഉപയോഗിച്ചുകൂടെ എന്നുള്ളൊരു ചിന്ത വരികയും അതിന് വേണ്ടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയും ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുകയും ചെയ്തു 2007 മുതൽ 2009 വരെ. ഈ പൈലറ്റ് സ്റ്റഡിക്ക് ഈ ലോകത്തുള്ള പല സിറ്റികളിലുള്ള വലിയ വലിയ ആശുപത്രികളെ സെലക്ട് ചെയ്തു. ഹൈ ഇൻകം കൺട്രീസ്, UK, ജപ്പാൻ, കാനഡ പോലുള്ള അവിടുത്തേക്ക് വലിയ വലിയ സിറ്റികളിൽ, ഇപ്പൊ ലണ്ടൻ, ടോക്കിയോ, ടൊറോണ്ടോ പോലുള്ള സിറ്റികളിലും, ഇന്ത്യയിലെ ന്യൂഡൽഹി അതിലൊരു പൈലറ്റ് സ്റ്റഡിയിലെ ഒരു ഭാഗമായിരുന്നു. ന്യൂഡൽഹിയിലെ എയിംസ്. എന്നിട്ട് അവിടെ ഈ സ്റ്റഡി നടത്തി. ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുക, എന്നിട്ട് പഠിച്ചു ഇതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് പഠിച്ച് അതിന്റെ റിസൾട്ട് 2009 ന്യൂ ഇംഗ്ലണ്ട് ജേണലിൽ പബ്ലിഷ് ചെയ്തപ്പോൾ മനസ്സിലായത്
ഇങ്ങനെ ഈ ചെക്ക് ലിസ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മേജർ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് 36% വരെ കുറയ്ക്കാൻ സാധിക്കും. 36% കുറയ്ക്കാൻ. ഡെത്ത്, പോസ്റ്റ് സർജിക്കൽ ഡെത്ത് എന്നുള്ളത് അത് ഒരു നേരത്തെ ഒരു 1.5% ഒക്കെ ആയിരുന്നു ഈ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് കാരണമുള്ള ഡെത്ത്. അത് 0.8% ആയിട്ട് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത്. എന്ന് വെച്ചാൽ അതിന്റെ നേർപകുതിയായിട്ട് കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ റിസൾട്ട്. അതിനുശേഷമാണ് WHO ഇത് ഏറ്റെടുത്ത് ഇതൊരു പ്രോട്ടോക്കോളായിട്ട് എല്ലാവരും തീർച്ചയായിട്ടും പാലിച്ചിരിക്കേണ്ട ഒന്നാണെന്ന് പറഞ്ഞിട്ട് ഒരു 19 കാര്യങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്തായാലും 2007 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടും 2007 വരെ വേണ്ടി വന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ചെക്ക് ലിസ്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ അതെന്നാണ് കൃത്യമായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയത്? അതിലെത്ര ചെക്ക് ലിസ്റ്റിൽ, നേരത്തെ 19 എണ്ണം പറഞ്ഞല്ലോ, അത് എന്തൊക്കെയാണ് ആ ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്? ഇതൊന്ന് വിശദമായിട്ട് പറയാമോ? 2009 ഈ പഠനം ഇതെല്ലാം വരുന്നത്. അപ്പോൾ ആ സമയം തൊട്ട് തന്നെ ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നുണ്ട്. 2012 എന്നാണ് എൻ്റെ ഒരു ധാരണ ഇത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ WHO ചെക്ക് ലിസ്റ്റ് 12 ഈ എല്ലാ ലോകത്തുള്ള എല്ലാ ഓപ്പറേഷൻ തിയേറ്ററുകളിലും പാലിച്ചിരിക്കണം എന്നുള്ള അതൊരു മെഡിക്കോ ലീഗൽ ഡോക്യുമെന്റ് ആണ്. അത് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒരു പേഷ്യന്റ് ഓപ്പറേഷന് പോകുമ്പോൾ പാലിച്ചിരിക്കേണ്ട സംഗതികൾ. ഇത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ചെയ്യുന്ന ഡോക്ടറുടെ സേഫ്റ്റിക്കും അവിടെ ആ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും സേഫ്റ്റി, അനസ്തെറ്റിസ്റ്റ്, നഴ്സുമാര്, എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. എത്ര പേര് അടങ്ങുന്ന ടീമായിട്ട് എത്ര ശ്രദ്ധിച്ച് ചെയ്താൽ പോലും ഹ്യൂമൻ എറർ സംഭവിക്കാം. അത് പ്രത്യേകിച്ചും നമ്മൾ വളരെയധികം അധികം കോൺഫിഡൻസോട് കൂടി ചെയ്യുന്ന, ഇപ്പൊ ഒരുപാട് സർജറികൾ, ഒരേ തരം സർജറികൾ നമ്മൾ നിരന്തരം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എല്ലാവരും ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ഇതിൽ ഇങ്ങനൊരു മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. പക്ഷെ ഓരോ കേസും ഇൻഡിവിജ്വൽ കേസായിട്ട് പരിഗണിച്ച് അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തി ചെയ്യുക എന്നുള്ളതാണ് ഈ സേഫ്റ്റി ചെക്ക് ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തെ ഭാഗത്തിന് സൈൻ ഇൻ, 2 സൈൻ ഔട്ട്, മൂന്നാമത്തത് ടൈം ഔട്ട്. പിന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സൈൻ ഇൻ പ്രധാനമായിട്ടും ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് പ്രധാനമായിട്ടും അനസ്തെറ്റിസ്റ്റും നഴ്സും ഒക്കെയാണ് ആ ഭാഗത്ത് മെയിൻലി വരുന്നത്. സർജനും റോളുണ്ട്. പ്രത്യേകിച്ച് ഏത് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇപ്പൊ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്ന രോഗിക്ക് വളരെ റയർ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അത് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ബ്ലഡ് ഗ്രൂപ്പ് അതൊന്നും അതിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ മെയിൻലി ഉള്ള കാര്യങ്ങൾ, ഒന്ന് പേഷ്യന്റിനെ കൺഫേം ചെയ്യുക. ഈ പേഷ്യന്റ് ആണ്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഒരു ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിലുള്ള ആ പേരും ആ വയസ്സും ആ ലിംഗത്തിലുള്ള അതേ IP നമ്പറുള്ള ആ പേഷ്യന്റ് തന്നെയാണ്. പേഷ്യന്റിനോട് ചോദിക്കുമോ? പേഷ്യന്റിനോട് ചോദിക്കണം. അത് പേഷ്യന്റും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സംഗതിയാണ് അത് ഈ സൈൻ ഇന്നില്. പിന്നീട് അനസ്തേഷ്യ ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഓക്കെ ആണോ, മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് മെഷീൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, പൾസ് ഓക്സിമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, ഓക്സിജൻ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, കൊടുക്കുന്ന മെഡിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ കയ്യെത്തും ദൂരത്തുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനസ്തേഷ്യ ടീം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്ന പ്രോസസ്സിലേക്ക് തന്നെ കടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഈ സൈറ്റ്, ഓപ്പറേഷൻ ചെയ്യുന്ന സൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇൻസിഷൻ, ഒരു മുറിവുണ്ടാക്കുമല്ലോ, ആ ഇൻസിഷൻ പോലും ഓപ്പറേഷൻ മുമ്പ് പേന കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ട്, പേന എന്ന് വെച്ചാൽ ഈ സ്കിൻ മാർക്കർ പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കിടക്കാൻ എന്നുള്ളതാണ് അത് സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സൈൻ ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസിഷന് മുമ്പ്, ഈ മുറിവ് ഉണ്ടാക്കുന്നതിന് മുൻപ് കൺഫേം ചെയ്യേണ്ട, അവിടെ മെയിൻലി സർജനും നഴ്സും ആണ്. ഈ നഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ 2 തരം നഴ്സ് ഉണ്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ, ഒരു ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നത്. ഒന്ന് സ്ക്രബ് നഴ്സും, ഒന്ന് ഫ്ലോർ നഴ്സും. സ്ക്രബ് നഴ്സ് എന്ന് വെച്ചാൽ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന നഴ്സ്. ഫ്ലോർ നഴ്സ് എന്ന് പറഞ്ഞാൽ ആ സ്ക്രബ് നഴ്സിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തൊക്കെ പെട്ടെന്നൊരു ഇൻസ്ട്രുമെന്റ് വേണം,
അപ്പോൾ എത്തിച്ചു കൊടുക്കുക. എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം കൗണ്ട് സൂക്ഷിക്കുക. ഇൻസ്ട്രുമെന്റ്സ് മാത്രമല്ല, ഈ പറയുന്ന കോട്ടൺ പീസുകൾ, ഗോസുകൾ, കോട്ടൺ ആയിട്ട് എടുക്കുന്ന സാധനങ്ങൾ, മോപ്പ്, ഇതിന്റെ എല്ലാം കൗണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ സൂക്ഷിക്കാനല്ല. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഒരു വൈറ്റ് ബോർഡ് വെച്ചിട്ടുണ്ടാവും, നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പോലത്തെ. അപ്പൊ ആ ബോർഡിൽ പേഷ്യന്റിന്റെ പേര്, ചെയ്യുന്ന സർജറി, ഇതെല്ലാം എഴുതണം. എഴുതിയിട്ട് ആ സർജറിക്ക് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ എല്ലാം, എത്ര ഫോർസെപ്സ്, എത്ര ആർട്ടറി ഫോർസെപ്സ്, എത്ര മോസ്കിറ്റോ, ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പ് കൗണ്ട് ചെയ്ത് എഴുതണം. അതായത് എടുക്കുന്ന ഓരോ ഉപകരണവും കൃത്യമായിട്ട് കൗണ്ട് ചെയ്ത് രേഖപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ ഈ കോട്ടൺ ഒക്കെ ആദ്യം കുറച്ചൊക്കെ എടുക്കുള്ളൂ, പിന്നീട് ആവശ്യത്തിന് പിന്നീട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതെടുത്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ഈ പറയുന്ന ഫ്ലോർ നേഴ്സിനാണ്. അപ്പൊ അങ്ങനെ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും ആ കൗണ്ട് അവിടെ രേഖപ്പെടുത്തണം. ഇപ്പൊ നേരത്തെ ഒരു 5 ആയിരുന്നു കൗണ്ട്, ഇപ്പൊ ഒരു 5 കൂടെ കൊടുത്തു, അപ്പൊ +5 അവിടെ എഴുതണം. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ് ഫ്ലോർ നേഴ്സിന്റെ ഡ്യൂട്ടി. അപ്പൊ ഈ സൈൻ ഔട്ടിൽ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് വെച്ചാൽ വീണ്ടും ഈ പേഷ്യന്റിനെ കൺഫേം ചെയ്യുക. സർജൻ, നേരത്തെ അനസ്തറ്റിസ്റ്റ് ആണ് സൈൻ ഇന്നിൽ പേഷ്യന്റിനെ കൺഫേം ചെയ്തത്. പിന്നെ സർജൻ, മെയിൻ സർജൻ, അസിസ്റ്റന്റ് സർജൻ, ഇവരെല്ലാവരും ആദ്യം ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സർജിക്കൽ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പേഷ്യന്റിനല്ല, പേഷ്യന്റ് ഓൾറെഡി അനസ്തറ്റിസ്റ്റ് ആണ്. അപ്പൊ സർജറി ചെയ്യാൻ പോകുന്ന ടീം, ഇപ്പൊ ഞാൻ സർജൻ, മെയിൻ സർജൻ ഞാനാണ്, എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആള് ഇദ്ദേഹമാണ്, അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് ഇദ്ദേഹമാണ്, ഫ്ലോർ നേഴ്സ് ഇതാണ്. അപ്പൊ നമ്മൾ ഇന്ന രോഗിക്ക്, ഈ പേഷ്യന്റിന്റെ പേര്, ഇത്ര ഏജുള്ള ഈ രോഗിക്ക് ഇന്ന അസുഖമായതുകൊണ്ട് ഈ സർജറി ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഈ സർജറി എത്ര സമയം എടുക്കാം, രൂപം, ഇപ്പോൾ ഒരു 3-4 മണിക്കൂറോളം സർജറി നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന മേജർ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും മേജർ ബ്ലഡ് വെസൽസിനെയൊക്കെ എൻകൗണ്ടർ ചെയ്യുന്ന സർജറി ആണെങ്കിൽ അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുക. ഒരുപാട് ബ്ലഡ് ലോസ് വരുന്ന സർജറി ആണെങ്കിൽ അതൊക്കെ നേരത്തെ പറയണം. അപ്പോൾ എത്ര ബ്ലഡ് ലോസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറയും, ഓറലി വിളിച്ചു പറയും. എന്നിട്ട് പേഷ്യന്റിനെ എല്ലാം കൺഫേം ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് സർജറി പ്രൊസീഡ് ചെയ്യുന്നു. അതും കഴിഞ്ഞ് അവസാന ഭാഗത്താണ് ഈ ടൈം ഔട്ട് എന്ന് പറയുന്ന സംഗതി വരുന്നത്. ടൈം ഔട്ട് എന്ന് പറയുമ്പോൾ ശരിക്കും സർജിക്കൽ സേഫ്റ്റി ചെക്ക് ലിസ്റ്റിൽ പറയുന്നത് പേഷ്യന്റിനെ OT-ന്ന് ലീവ് ചെയ്യുമ്പം എന്നുള്ളതാണ്. അവിടെയാണ് ഈ കൗണ്ടിന്റെ കാര്യമൊക്കെ ശരിക്കും ചെക്ക് ലിസ്റ്റിൽ പറയുന്നത്. നമ്മൾ പക്ഷേ പ്രാക്ടിക്കലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു മുറിവുണ്ടാക്കി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഇനി അത് ക്ലോസ് ചെയ്യാൻ തുടങ്ങണം. ക്ലോസ് ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു കുറേ ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. നമ്മൾ ഈ ഒരുമിച്ചല്ല ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഒറ്റ സ്വിച്ചറിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യല്ല, ലെയർ ബൈ ലെയർ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ലെയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ കൗണ്ട് എടുത്തിരിക്കണം. കൗണ്ട് എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നേഴ്സ് കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പുറത്തുണ്ട് എന്നുള്ള കൗണ്ട് എടുക്കുക. ഗോസ് പീസുകളെല്ലാം വെളിയിലാണ്. ഇപ്പോ കോട്ടൺ പീസുകളെല്ലാം തന്നെ ഇപ്പൊ പുറത്തുണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എണ്ണി തിട്ടപ്പെടുത്തി ഓക്കെ എന്ന് പറയണം. എന്നാൽ മാത്രമേ ക്ലോഷർ തുടങ്ങുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ വിവാദങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ഡോക്ടർ സന്തോഷ് എന്ന് പറയുന്ന സൺറൈസിലെ ഓങ്കോ സർജൻ, അദ്ദേഹത്തിന്റെ ഒരു മനോഹരമായിട്ടുള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ഒരു എക്സ്പീരിയൻസ്, ഒരു ഗോസ് കൗണ്ട് മിസ്സിങ്, പക്ഷെ അകത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കാണാം, എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ക്ലോസ് ചെയ്യുക. പക്ഷെ നേഴ്സ് സമ്മതിക്കുന്നില്ല ക്ലോസ് ചെയ്യാൻ, കാരണം കൗണ്ട് കറക്റ്റ് അല്ല, ഒരെണ്ണം എവിടെയോ മിസ്സിങ്, എവിടെയൊക്കെ നോക്കിയിട്ടും കാണാനില്ല. അവസാനം ഇടയ്ക്ക് സർജറിയുടെ ഇടയിൽ ഇറങ്ങിപ്പോയ ഒരു അസിസ്റ്റന്റ് ഊരിയിട്ട ഗ്ലൗസിന്റെ ഉള്ളിൽ ഈ സാധനം ഇത് കുടുങ്ങിപ്പോയിരുന്നു. അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്കും ഇതുപോലെ പറ്റിയിട്ടുണ്ട്. നമ്മള് ഈ ന്യൂറോ സർജറിയിൽ യൂസ് ചെയ്യുന്നത് ഗോസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അവിടെ കോട്ടൺ പാറ്റി എന്ന് പറയുന്ന ഈ പ്ലെയിൻ കോട്ടൺ, പഞ്ഞി സലൈനിൽ നനച്ചിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രെയിനിലേക്കൊക്കെ ഇത് ചെന്ന് കഴിഞ്ഞാൽ ഈ കോട്ടൺ ഏത് ബ്രെയിൻ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു ഇത് വരും. അപ്പൊ നമ്മളവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോട്ടണിന്റെ ഒരു നൂല് കൊണ്ട്, സിൽക്കിന്റെ നൂല് കൊണ്ട് കെട്ടിയിട്ടാണ് ഇതകത്തോട്ട് വയ്ക്കുന്നത്. എന്നിട്ട് അത് കൗണ്ട് ചെയ്യും. അപ്പോൾ പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത് വളരെ ചെറിയൊരു സാധനമാണ്. അപ്പൊ അത് നമ്മൾ സർജറിയുടെ ഇടയിൽ ശ്രദ്ധിക്കാതെ ഇത് മാറ്റി വയ്ക്കും. ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ചിലപ്പോൾ താഴെയൊക്കെ വീണു പോയി കഴിഞ്ഞാൽ കണ്ടെത്താൻ പ്രയാസമാണ്.
അപ്പോൾ പല ചില ഒരു അപൂർവമായിട്ടാണെങ്കിലും സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് കൗണ്ട് ഒരിക്കലും കറക്റ്റ് ആവുന്നില്ല. നമുക്കറിയാം തലച്ചോറ് വളരെ ചെറിയൊരു ഇൻസിഷനൊക്കെ ഇട്ട് നമ്മൾ ചെയ്യുന്നു, അതിനകത്ത് ഒരു സാധനം ഇല്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാമെങ്കിൽ പോലും അടയ്ക്കാൻ പറ്റില്ല ഇത് കൗണ്ട് കറക്റ്റ് ആവുന്നുണ്ട്. എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഒരിക്കൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് ഇറങ്ങിപ്പോയ സർജൻ, ഇത് വളരെ നീണ്ടിരിക്കുന്ന സർജറി ആണല്ലോ. അപ്പൊ ഇടയ്ക്ക് ഇറങ്ങിപ്പോയ ഒരു സർജൻ നടന്നു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ചെരുപ്പിന്റെ അടിയിൽ തൊട്ടിപ്പോയി. ഇടയ്ക്കൊന്ന് താഴെ വീണു പോയ ഒരു പാറ്റി ചെരുപ്പിന്റെ അടിയിൽ ഒട്ടിപ്പോയി. എന്നിട്ട് പിന്നീട് ഇത് വേറെ എങ്ങും കാണാത്തോണ്ട് അവസാനം ഈ ആ പോയ ആളിനെ വിളിച്ചു വരുത്തിയിട്ട് ചെരുപ്പ് അടിയിൽ നോക്കിയപ്പോഴാണ് അത് കണ്ടെത്തുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടെത്തി. എന്നിട്ട് കാരണം ഇത് അടയ്ക്കാൻ പറ്റില്ല, എന്ത് റിസ്ക് എടുത്ത് അടയ്ക്കും? ഇതിന് ആരാണ് ഉത്തരവാദി? ഈ ചെയ്യുന്ന സർജന്, ഈ അതിൽ പങ്കെടുത്ത എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു നെഗ്ലിജൻസ് ആയിരിക്കാം അല്ലേ? ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും അതൊരു നെഗ്ലിജൻസ് ആണ്. ഇപ്പൊ ഒരു സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ ചെക്ക് ലിസ്റ്റ് ഒന്നും നോക്കിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു രോഗിയുടെ ശരീരത്തിൽ വെക്കുക എന്ന് പറയുന്നത് ഒരു നെഗ്ലിജൻസ് തന്നെയാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഉന്നയിക്കുന്ന ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഈ രോഗിയെ സർജറി കഴിഞ്ഞ് ഇറക്കുമ്പോൾ രോഗിയെ ഒന്ന് സ്കാൻ ചെയ്താൽ അല്ലെങ്കിൽ എക്സ്റേ എടുത്താൽ ഇത് എന്തെങ്കിലും ഉപകരണം കുടുങ്ങിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് സഹായകരമാവില്ലേ എന്നൊരു സില്ലിയായിട്ടുള്ള ഒരു സംശയം ആളുകൾ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് വളരെ അപൂർവമായിട്ടൊക്കെ വല്ലപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കേണ്ടി വരാറുണ്ട് എന്നുള്ളത് സമ്മതിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കോട്ടൺ പാറ്റിയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമാണ്. പക്ഷേ ചില പ്രത്യേക സർജറികളിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കോട്ടൺ ഈ ഗോസ് തന്നെ പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ കോട്ടൺ റേഡിയോ ലൂസൻ്റ് ആണ്, എന്ന് വെച്ചാൽ എക്സ്റേയിൽ പതിവില്ല. അതിൻ്റെ ഇടയിലുള്ള 1 or 2 നൂല് ഈ റേഡിയോ ഒപ്പേക്ക് ആയിട്ടുള്ള നൂലുകൾ ആഡ് ചെയ്ത സ്പെഷ്യലി മെയ്ഡ് ഗോസുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ യൂസ് ചെയ്യുന്നതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അബദ്ധവശാൽ ഇത് ഇങ്ങനെ ഒരു സാധനം മിസ്സായി പോയി നമുക്ക് അറിയാൻ വയ്യ. ഇപ്പം ചില വളരെ വലിയ ക്യാവിറ്റി സർജറി അല്ലെങ്കിൽ ചില സർജറികളിൽ ഈ മസിലിന്റെ ഒക്കെ ഇടയിലൊക്കെ നമ്മൾ കോട്ടൺ വയ്ക്കും. പിന്നീട് ചിലപ്പോൾ എടുക്കാൻ മിസ്സാവും, ചിലപ്പോൾ കാണൂല. മസിലും ഇതും എല്ലാം കൂടെ ബ്ലഡ് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ സിയാം എന്ന് പറയുന്ന മെഷീനുണ്ട്, എക്സ്റേ മെഷീനുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഒരു എക്സ്റേ അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഈ സാധനം ഇത് റേഡിയോ ഇതായതുകൊണ്ട് എക്സ്റേയിൽ കാണാൻ പറ്റും. ഇപ്പൊ ഇന്ന സ്ഥലത്ത് തിരിപ്പുണ്ട്, പിന്നെ അവിടെ മാത്രം തപ്പിയാൽ മതി. അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും. അത് വളരെ വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. അതിനുള്ള ഒരു പ്രിക്കോഷൻ ആയിട്ടാണ് ഈ ടൈപ്പ് ഗോസ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതൊരു റെഗുലർ പ്രാക്ടീസ് ആക്കുന്നത് ഒരു ഒട്ടും ഫീസിബിൾ ആയിട്ടുള്ള അഡ്വൈസബിൾ ആയിട്ടുള്ള സാധനമേ അല്ല. കാരണം എക്സ്റേ എന്ന് പറയുന്ന ഒരു അയണൈസിങ് റേഡിയേഷൻ ആണ്. വെറുതെ ഒരു സർജന്റെ ഒരു സംശയത്തിന്റെ പുറത്ത് എല്ലാ രോഗികളെയും നമുക്ക് എക്സ്റേക്ക് ഓരോ സർജറിയും കഴിഞ്ഞിട്ട് എക്സ്റേക്ക് എക്സ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. കാരണം എക്സ്റേക്ക് അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ സർജറി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ രോഗിയെ അങ്ങനെയാണെങ്കിൽ ഈ ചെക്ക് ലിസ്റ്റ് ഒന്ന് കാണിക്കുകയും ഞങ്ങൾ കൊണ്ടുവന്ന എല്ലാ സാധനവും ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ രോഗിയെ കൂടി ഒന്ന് അറിയിച്ചാൽ രോഗിക്ക് ഒരല്പം സമാധാനമാവില്ല. അതിനെന്തെങ്കിലും ഈ പ്രോട്ടോകോൾ പറയുന്നുണ്ട്? നിലവിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. പക്ഷെ അതൊരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് സ്വന്തം ശരീരത്തിൽ വെച്ച് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല എല്ലാവരും വരുന്നത്. അതൊരു വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വച്ചിട്ടുണ്ടോ എന്ന്, ഇപ്പൊ ഒരു സഹൃദയനായ ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് ബോധം വരുമ്പോൾ ഒന്നും വച്ചിട്ടില്ലല്ലോ ഡോക്ടറെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലടാ ഇല്ല പറയാനേ പറ്റുള്ളൂ. ഇത്തരം ഒരു പരാതി ഉണ്ടായാൽ ആ പരാതി നമുക്ക് കൊടുക്കാനൊക്കെ സാധിക്കുമോ? അത് ആർക്കാണ് ആ പരാതി കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും അതൊരു ക്രിമിനൽ മെഡിക്കൽ നെഗ്ലിജൻസ് ആണല്ലോ. മെഡിക്കൽ നെഗ്ലിജൻസ് ഒരു സാധാരണ ഒരു പരാതി കൊടുക്കുന്ന പോലെ തന്നെ പരാതി പോലീസ് സ്റ്റേഷനിലും കൊടുക്കാം, അല്ലാതെ ആശുപത്രിയുടെ സൂപ്രണ്ടിനും പരാതി കൊടുക്കാം. വളരെ താങ്ക്സ് ഡോക്ടർ, ഇത്തരമൊരു ചർച്ചയിൽ പങ്കെടുത്തതിനും നമ്മുടെ സംശയമെല്ലാം വളരെ വിശദമായി തന്നെ ദൂരീകരിച്ചതിനും വളരെ നന്ദി. താങ്ക് യു. ഇതുപോലുള്ള വിജ്ഞാനപ്രദങ്ങളായ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഡീകോഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.